ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് സ്വന്തമായി നിങ്ങളുടെ ബ്ലൗസ് കട്ട് ചെയ്തെടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ മെത്തേഡുകളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഈ ഒരു ബ്ലൗസ് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 1 മീറ്റർ തുണിയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പറഞ്ഞു തരുന്ന കണക്കനുസരിച്ച് നിങ്ങളുടെ ചെസ്റ്റ് അളവിനനുസരിച്ച് നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു ബ്ലൗസ് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള അളവിൽ നിങ്ങൾക്കൊരു ബ്ലൗസ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു പീസിനെ നേർപകുതിയായി ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിവിടെ ഒരു ലൈൻ കൊടുക്കും. അപ്പോൾ നമുക്കിവിടെയുള്ള ഈ ഒരു തുണിയുടെ ക്രോസ് ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. അപ്പോൾ നേരെ നമ്മൾ ഇതുപോലെ ലൈൻ കൊടുത്ത് പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി നമുക്ക് ബ്ലൗസിന്റെ ഇറക്കം, അത് നിങ്ങളുടെ ബ്ലൗസിന്റെ ഇറക്കം എത്രയാണോ അതിന്റെ കൂടെ 1 ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്യുക. നമുക്കിവിടെ 13.5 ഇഞ്ചാണ് ഇറക്കം വരുന്നത്. അപ്പോൾ നമ്മൾ അതിന്റെ കൂടെ 1 ഇഞ്ച് കൂട്ടി നമ്മൾ 14.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തു കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരക്കുക. ഇനി നമുക്ക് ഷോൾഡർ അളവ് എടുക്കണം. ഷോൾഡർ എങ്ങനെയാണ് എടുക്കുന്നത്? അതായത് നമ്മുടെ ആളുടെ ബോഡിയിൽ നിന്നുള്ള ചെസ്റ്റ് അളവ് എത്രയാണോ അതിൻ്റെ 1/6 ഭാഗം നമ്മളിവിടെ 5.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. 34.5 ഇഞ്ചാണ് ചെസ്റ്റ് അളവ്. അപ്പോൾ നമ്മളിവിടെ 5.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് ഇവിടെ എത്രയാണോ ഷോൾഡർ കൊടുത്തത് അതേ അളവ് തന്നെ നമ്മുടെ കൈക്കുഴിയുടെ ഇറക്കത്തിന് വേണ്ടി മാർക്ക് ചെയ്യുക. 5.5 ഇഞ്ച് കണ്ടോ, 5.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് ഇതുപോലൊരു ലൈൻ കൊടുക്കും. ഇനി നമുക്ക് ഈ ഒരു അളവിലാണ് നമുക്ക് ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യേണ്ടത്. അതായത് ആളുടെ ബോഡിയിൽ നിരത്തുള്ള മെഷർമെന്റ് ആണെങ്കിൽ അതിൻ്റെ കൂടെ 4 ഇഞ്ച് കൂട്ടി അതിൻ്റെ 4 ഭാഗമാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യേണ്ടത്. അതായത് നമുക്ക് 34.5 ഇഞ്ചാണ് ചെസ്റ്റ് അളവ്. അപ്പോൾ അതിൻ്റെ കൂടെ 4 ഇഞ്ച് കൂട്ടി നമ്മൾ 38.5യുടെ 4 ഭാഗം 9.5 ഒരു പോയിന്റ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു. 1.25 ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇടുപ്പളവ് മാർക്ക് ചെയ്യാം. അതായത് നമുക്ക് ഇടുപ്പളവ് വരുന്നത് 28 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4 ഭാഗം 7 ഇഞ്ച്. അതിൻ്റെ കൂടെ ബാക്ക് ഡാർസ് അടിക്കുവാൻ വേണ്ടി ഒരു 3/4 ഇഞ്ച്. അങ്ങനെ 7 ഇഞ്ചും 3/4, 7.75 പ്ലസ് 1.25 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് ഇതുപോലെ വരക്കുക. ഇനി നമുക്ക് ചെസ്റ്റ് അളവിന്റെ ഭാഗത്ത് നമുക്കൊരു ബ്ലൗസിൽ നിന്ന് അളവെടുത്തതാണെങ്കിൽ അതിന്റെ എത്രയാണോ കിട്ടിയത്, ടോട്ടൽ റൗണ്ട് അളവ് കിട്ടിയത് അതിന്റെ 4 ഭാഗവും പ്ലസ് 1.25 ഇഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ആം ഹോളിന്റെ ഇറക്കത്തിന്റെ നേർ പകുതി മാർക്ക് ചെയ്ത് കൊടുത്ത് ഇവിടെ നിന്ന് നമുക്ക് ആം ഹോൾ ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുക. കണ്ടോ, ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കും. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടേണ്ടത് എത്രയാണ്? 7.5 ഇഞ്ചും ഒരു പോയിന്റുമാണ് ആം ഹോളിന്റെ റൗണ്ട് നമുക്ക് കിട്ടേണ്ടത്. ഈ ഒരു കണക്ക് ഞാൻ സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു തരാം. അപ്പോൾ നമ്മളിവിടെ ഷോൾഡറിന്റെ തയ്യൽ തുമ്പ് നമ്മളിവിടെ 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ ഒരു മാർക്കിൽ നിന്ന് നമ്മുടെ ടേപ്പിനെ ഇതുപോലെ പിടിച്ചാൽ നമ്മുടെ ഈ ഒരു ചെസ്റ്റ് അളവിന്റെ മാർക്കിങ്ങിൽ കണ്ടോ നമുക്കത് കറക്റ്റ് 7.5 പോയിന്റ് കിട്ടിയിരിക്കണം. എന്നാൽ മാത്രമേ ബ്ലൗസ് കട്ട് ചെയ്തെടുക്കാൻ പാടുള്ളൂ. ഇത് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഈ ഒരു നെക്കിന്റെ അകലം മാർക്ക് ചെയ്യണം. അത് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുന്നത് 2.25 ഇഞ്ചാണ്. ഇവിടെ നിന്ന് 2.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ മുകളിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് ഇറക്കി നമ്മുടെ ഷോൾഡറിന്റെ അളവ് മാർക്ക് ചെയ്ത് അതിനുശേഷം നമുക്ക് ബാക്ക് നെക്കിന്റെ ഇറക്കം എത്രയാണോ അതിൽ നിന്നൊരു 1/4 ഇഞ്ച് കുറച്ച് നമ്മളിവിടെ മാർക്ക് ചെയ്യുക. നമ്മളിവിടെ 8 ഇഞ്ചാണ് നമ്മളിവിടെ ബാക്ക് നെക്കിന്റെ ഇറക്കം നമ്മൾ മാർക്ക് ചെയ്തത്. ഇനി നമുക്ക് ഇവിടെ 2.25 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തത്. ഇവിടെ നമ്മളത് 2.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരച്ച് ഇവിടെ നമ്മൾ റൗണ്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കും. ഇനി നമുക്ക് ഇവിടെ ഈ ഒരു ബാക്ക് നെക്കിന്റെ ഇറക്കം 8 ഇഞ്ചാണ്. അതായത് നമുക്ക് ഡീപ്പ് നെക്കാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഷോൾഡർ നമ്മളൊരു 1/2 ഇഞ്ച് കുറച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു മാർക്കിൽ നിന്ന് കണ്ടോ ഇതുപോലെ ഒരു വരച്ചു കൊടുക്കുക. ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. അതാണ് നമ്മുടെ കട്ടിങ് ലൈന് വരുന്നത്. അതാണ്. ഇനി നമുക്ക് ഇവിടെ ഒരു 1/4 ഇഞ്ച് നമ്മളിവിടെ നെക്കിന്റെ ഭാഗത്തേക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നു കണ്ടോ. ഇനി നമുക്ക് ബാക്ക് ഡാർസ് മാർക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെയാണ് ഡാർസ് വരുന്നത്. അതായത് നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ഡാർസിലേക്കുള്ള അകലം നമുക്ക് വന്നത് 3.25 ഇഞ്ചാണ് വന്നത്. അതുപോലെ തന്നെ നമ്മളിവിടെ ഒരു 3.25 ഇഞ്ച് തന്നെയാണ് നമ്മളിവിടെ ഒരു ഹൈറ്റും നമ്മളിവിടെ കൊടുക്കുന്നത് ഡാർസിന്റെ. അപ്പം നമ്മളിവിടെ ബാക്ക് പാർട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ മാർക്കിനനുസരിച്ച് കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും നിങ്ങൾക്കൊന്ന് കമൻ്റായി രേഖപ്പെടുത്തുക. അപ്പം നമ്മൾ ഇതുപോലെ ആ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് കണ്ടോ ആ ഒരു ഷേപ്പിനനുസരിച്ച് കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു. ഇവിടെ നിന്ന് താഴോട്ടേക്ക് കണ്ടോ.
അപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ട് നമ്മൾ കട്ട് ചെയ്തു. ഇനി നമുക്ക് ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും നമുക്കൊരു മാർക്കിംഗ് കൊടുക്കണം. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ തുണിയെ നമ്മൾ നേരെ തിരിച്ച് ഇതുപോലെ വെക്കുക. അതായത് നമുക്ക് ക്രോസ് കട്ടിംഗ് ആണ് വരുന്നത്. ഫ്രണ്ട് പാർട്ട് ക്രോസ് കട്ടിംഗ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ കട്ട് ചെയ്ത ഈ ഒരു ബാക്ക് പാർട്ടിനെ ഇവിടെ ഇതുപോലെ വെച്ച് കൊടുക്കുന്നു. കണ്ടോ, ഇതുപോലെ വെച്ച് കൊടുക്കും. ഇവിടെ നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ ഒരു ഷോൾഡറിന്റെ ഈ ഒരു ഭാഗവും ചെസ്റ്റിന്റെ ഈ ഒരു അളവും കണ്ടോ, അത് നമുക്ക് ഇവിടെ കരവശത്തിന് കറക്റ്റായിട്ട് വെച്ച് കൊടുത്താൽ നമുക്ക് നല്ല ക്രോസോട് കൂടി ഫ്രണ്ട് പാർട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ കഴിയും. ഇനി നമ്മൾ ഇവിടെ ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്യണം, ഇവിടെയും 1/4 ഇഞ്ച്. എന്നിട്ട് നമുക്ക് സ്കെയിൽ നമ്മൾ നേരെ ഇതുപോലെ വെക്കും. ഈ ഒരു 1/4 ഇഞ്ച് നമ്മുടെ ഫ്രണ്ട് തീരെ തയ്ക്കാൻ വേണ്ടിയുള്ള തയ്യൽ തുമ്പാണ്. ഇവിടെ നമ്മൾ 2.25 ഇഞ്ചാണ് നമ്മുടെ ആദ്യം നെക്കിന്റെ വൈഡ് കൊടുത്തത്. അപ്പോൾ നമ്മളിവിടെ 1/4 ഇഞ്ച് കൂടി ഇപ്പോൾ കൂടുതൽ വന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ നമുക്കിവിടെ 2.5 ഇഞ്ച് നമുക്കിവിടെ കിട്ടണം. അപ്പോൾ നമ്മളിവിടെ 2.5 ഇഞ്ച് വെച്ച് നമ്മളിവിടെ ഒരു മാർക്കിംഗ് കൊടുക്കും. ഇനി നമുക്കിവിടെ ഒരു 1.5 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ ഇവിടെയും 1.5 ഇഞ്ച്. എന്നിട്ട് നമ്മൾ ഇവിടെ നേരെ ഒരു ലൈൻ കൊടുക്കും. കേട്ടോ, ഇതുപോലൊരു ലൈൻ കൊടുക്കും. ഇനി നമുക്ക് ബാക്ക് പാർട്ടിനേക്കാൾ 1.5 ഇഞ്ചാണ് നമുക്ക് ഫ്രണ്ട് പാർട്ട് വീണ്ടും നമ്മൾ ഇറക്കം കൊടുത്തത്. ഇനി നമ്മൾ ഇവിടെ ഒരു 3/4 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുന്നു. ആ ഒരു 3/4 ഇഞ്ച് നമ്മുടെ ബാക്ക് ഡാർട്സ് അടിക്കുവാൻ വേണ്ടി എക്സ്ട്രാ കൊടുത്തിരിക്കുന്ന 3/4 ഇഞ്ചാണത്. അപ്പോൾ നമ്മളവിടെ ആ ഒരു 3/4 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്തു. ആ ഒരു മാർക്കിൽ നിന്ന് നമ്മുടെ മെയിൻ ടെക്കിൻ്റെ വിഡ്ത്ത് നമ്മൾ മാർക്ക് ചെയ്യാണ്. നമ്മളിവിടെ വരുന്നത് 2.5 ഇഞ്ചാണ് മെയിൻ ടെക്കിൻ്റെ വിഡ്ത്ത് വരുന്നത്. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു മാർക്കിലേക്ക് ഒരു ലൈൻ കൊടുക്കുക. ആ ഒരു 3/4 ഇഞ്ച് കുറച്ച് വരച്ചിട്ടുള്ള ആ ഒരു മാർക്കിൽ നിന്നാണ് മെയിൻ ടെക്കിൻ്റെ വിഡ്ത്ത് നമ്മൾ മാർക്ക് ചെയ്തത്. ഇനി നമുക്കിവിടെ ബാൻഡിന് വേണ്ടി നമ്മളിവിടെ ഒരു 3.25 ഇഞ്ച് നമ്മളിവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ നമ്മളിവിടെയും നമുക്കതൊരു 3.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. കണ്ടോ, 3.25 ഇഞ്ച് നമ്മളിവിടെയും മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം മുകളിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്ത് നമ്മളിവിടെ നിന്ന് ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം 6 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ 1/4 ഇഞ്ച് കുറച്ച് 5.25 ഇഞ്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അതായത് നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗത്ത് തയ്യൽ തുമ്പോൾ നമ്മൾ 1/4 ഇഞ്ച് കൊടുത്തത്, നമ്മൾ 1/4 ഇഞ്ച് നമ്മൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് നമ്മളിവിടെ 1/4 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്തത്. ഇനി നമ്മൾ ഇതുപോലെ ഒന്ന് നല്ലവണ്ണം ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇവിടെ മാർക്കിംഗ് ചെയ്തു. ഇനി നമുക്കിത് കട്ടിങ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ഈ ഒരു ബാൻഡിൻ്റെ മാർക്കിൽ ആ ഒരു മാർക്കിൽ നിന്ന് കറക്റ്റ് കട്ടിങ് തുടങ്ങി കേട്ടോ, ഇതുപോലെ കട്ട് ചെയ്ത് ഇവിടെ കണ്ടോ, ഇവിടെ നമുക്ക് നല്ല പുറത്തേക്ക് റൗണ്ട് നല്ലവണ്ണം വരുന്ന രീതിയിലാണ് നമ്മളിവിടെ ഷേപ്പ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം നമുക്കിതുപോലെ നല്ല മാർക്കിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക. ഇവിടെ നിന്ന് ഈ ഒരു ഭാഗത്ത് കണ്ടോ. ഇനി നമുക്ക് ആം ഹോൾ, ബാക്ക് ആം ഹോൾ എങ്ങനെയാണോ വരുന്നത് അതേ ഷേപ്പിൽ കറക്റ്റായിട്ട് നമുക്ക് ഫ്രണ്ട് ആം ഹോളിന് വേണ്ടിയും ഇതുപോലെ കറക്റ്റായി കട്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ നിന്ന് താഴോട്ടേക്കും നമ്മൾ കട്ട് ചെയ്തെടുക്കും. ഈ ഒരു മാർക്ക് വരെ കട്ട് ചെയ്തെടുക്കും. ഇനി നമ്മൾ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുത്തതിന് ശേഷം നമ്മുടെ ബാക്ക് പാർട്ടിനെ എടുത്ത് മാറ്റുക. ഇനി നമുക്ക് മെയിൻ ടെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് ആദ്യം ഒരു 1/2 ഇഞ്ച് ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ് ഇടുക. അതിനുശേഷം മെയിൻ ടെക്കിൻ്റെ ഇറക്കം നമുക്ക് വരുന്നത് 9.25 ഇഞ്ചാണ്. ഇപ്പോൾ 9.25 ഇഞ്ച് നമ്മുടെ മെയിൻ ടെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്തു. അതിനുശേഷം നമുക്കിവിടെ 2 ഭാഗത്തുള്ള ടെക്കുകളും തമ്മിലുള്ള അകലം നമ്മളിവിടെ മാർക്ക് ചെയ്തത് 3.25 ഇഞ്ചാണ്. അതായത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ 10 ഭാഗത്തിൻ്റെ കൂടെ 1/4 ഇഞ്ച് കൂട്ടി നമ്മളിവിടെ 3.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലൊരു ലൈൻ കൊടുക്കുക. ഇനി നമുക്ക് ഇവിടെ നമ്മുടെ മെയിൻ ടെക്കിൻ്റെ നീളം നമ്മളിവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ കൊടുക്കുന്നത് 2.5 ഇഞ്ചാണ് നമുക്കിവിടെ മെയിൻ ടെക്കിൻ്റെ നീളം വരുന്നത്. അപ്പോൾ ആ ഒരു അളവ് 2.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം നമുക്ക് എത്രയാണോ അളവ് വരുന്നത് കണ്ടോ, അളവ് എന്ന് അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടിയാണ് നമ്മളിവിടെ 2 സൈഡും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു മെയിൻ ടെക്കിൻ്റെ നീളം എങ്ങനെയാണ് ഒരു ബ്ലൗസിൽ നിന്നൊക്കെ എടുക്കുന്നതെന്നൊക്കെ നമ്മൾ അടുത്ത വീഡിയോകളിൽ നമ്മൾ കാണിച്ചു തരാം. ബ്ലൗസിൽ നിന്ന് അളവെടുത്ത് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളത് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു മാർക്കിൽ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരച്ച് നമ്മളിവിടെ നിന്ന് ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നു. ഇതുപോലെ കട്ട് ചെയ്ത്. ഇനി നമ്മൾ
ഈ ഒരു ക്രോസ് പീസ് കണ്ടോ, ബാൻഡ് നമുക്ക് ക്രോസിലാണ് വരുന്നത്. അപ്പോൾ നമുക്കതൊന്ന് നല്ല നേരെയുള്ള പീസിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ലൈനിങ് പീസ് നമുക്കിത് അല്പം വീതി കൂടുതലുള്ള തുണിയായതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് വിലങ്ങനെയുള്ളൊരു പീസാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. കാരണം നമ്മൾ പരമാവധി മുകളിലോട്ട് വെച്ചിട്ടാണ് നമ്മളെ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പീസ് വിലങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു രീതിക്കനുസരിച്ച് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ഈ ഒരു ബാൻഡിൻ്റെ വീതി എങ്ങനെയാണോ ഉള്ളത് ആ ഒരു ഷേപ്പിൽ നമുക്ക് കറക്റ്റായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്കിവിടെ ഈ ഒരു ഷേപ്പിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇവിടെ നമുക്ക് കറക്റ്റാണ്, എന്നാൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് അല്പം വ്യത്യാസം വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ കട്ട് ചെയ്തത് അല്പം കൂടുതലാണുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു പീസ് കൂടി ഒന്ന് കട്ട് ചെയ്ത് മാറ്റേണ്ടതുണ്ട് കണ്ടോ. ആ കൂടുതലുള്ള ഭാഗം കൂടി നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റി ആ ഒരു ഷേപ്പിൽ കറക്റ്റ് ചെയ്തെടുക്കുന്നു. ഇനി നമുക്ക് അതിന് ശേഷം നമുക്ക് ഇവിടെ നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് നമ്മളൊരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഈ ഒരു 1/4 ഇഞ്ച് എന്തിനാണ് മാർക്ക് ചെയ്യുന്നത്? നമ്മുടെ ഫ്രണ്ട് തീരെ തയ്ക്കാൻ വേണ്ടിയുള്ള തയ്യൽ തുമ്പ്. അതിനുശേഷം നമ്മളൊരു ഇടുപ്പളവിൻ്റെ 4/1 ഭാഗം നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതായത് നമുക്ക് ഇവിടെ 1/4 ഇഞ്ച് വിട്ടതിന് ശേഷം നമ്മളിവിടെ നമ്മുടെ ഇടുപ്പളവിൻ്റെ 4/1 ഭാഗം മാർക്ക് ചെയ്യുന്നു. 1/4 ഇഞ്ച് തയ്യൽ തുമ്പും ഇതുപോലെ മാർക്ക് ചെയ്ത് നമുക്കിവിടെ നിന്ന് ഈ ഒരു പീസ് നമുക്കിതുപോലെ മുകളിലേക്ക് അല്പം ഷേപ്പ് ചെയ്ത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇവിടെ നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഈ ഒരു ബാൻഡിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് താവിൽ നിന്ന് നമ്മളൊരു 1/4 ഇഞ്ച് പീസ് നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ മാർക്ക് ചെയ്ത് നമ്മളൊരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അത് നമ്മളെല്ലാ ബ്ലൗസിലും കട്ട് ചെയ്ത് മാറ്റാറുണ്ട്. ധരിക്കുന്ന സമയത്തുള്ള ഫിനിഷിങ്ങിന് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ബാൻഡ് നമ്മളിവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഡാർട്സ് മാർക്ക് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ മെയിൻ ടെക്കിൻ്റെ വിഡ്ത്ത് ആദ്യം മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ 2.5 ഇഞ്ചാണ് കൊടുത്തത് മെയിൻ ടെക്കിൻ്റെ വിഡ്ത്ത്. അപ്പോൾ നമ്മളിവിടെ സെൻട്രൽ ലൈനിൽ നിന്ന് 2 ഭാഗത്തേക്കും അതിൻ്റെ നേർപകുതി ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ നേർപകുതി 1/4 ഇഞ്ച് വീതം 2 ഭാഗത്തേക്കും മാർക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് നമുക്ക് മെയിൻ ടെക്ക് നമുക്ക് തയ്ച്ചു വരുന്ന സമയത്ത് ഈ ഒരു ഷേപ്പിലാണ് വരിക കണ്ടോ. ഇതുപോലെയാണ് നമുക്ക് മെയിൻ ടെക്ക് വരുന്നത്. ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗത്ത് നിന്ന് മുകളിലേക്ക് ഒരു 3/4 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ 3/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് നമുക്ക് ഈ ഒരു മെയിൻ ടെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്തില്ല ആ ഒരു മാർക്കിലേക്ക് ഇതുപോലൊരു ലൈൻ കൊടുക്കുക കണ്ടോ. ഇവിടെ ഇതുപോലൊരു ലൈൻ കൊടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം, മെയിൻ ടെക്കിൻ്റെ വിഡ്ത്ത് എത്രയാണോ മാർക്ക് ചെയ്തത് ആ ഒരു മാർക്കിലേക്കാണ് ഈ ഒരു ലൈൻ കൊടുത്ത് ഇവിടെ നിന്ന് ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റേണ്ടത്. അതെപ്പോഴും ശ്രദ്ധിച്ച് കട്ട് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റി. ഇനി നമുക്ക് രണ്ടാമത്തെ ടെക്ക് നമ്മുടെ സെൻട്രൽ ഡാർട്സ്, അതായത് മെയിൻ ടെക്കിൻ്റെ മുകളിലായിട്ടാണ് നമുക്കിവിടെ വരുന്നത്. ഈ ഒരു ടെക്കിൻ്റെ നീളം നമുക്കിവിടെ വന്നത് 2.25 ഇഞ്ചാണ് നമുക്കിവിടെ നീളം നമുക്കിവിടെ വന്നിരിക്കുന്നത്. അതെങ്ങനെയാണോ മാർക്ക് വരുന്നത് അതിനനുസരിച്ച് കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിവിടെ ഫ്രണ്ട് നെക്കിൻ്റെ ഇവിടെ നിന്ന് ഒരു 1/4 ഇഞ്ച് പീസ് നമ്മളിത് കട്ട് ചെയ്ത് മാറ്റുന്നു. ഈ ഒരു പീസ് നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ താഴോളം കട്ട് ചെയ്യുന്നില്ല, ഇവിടെ വരെ മാത്രമേ കട്ട് ചെയ്ത് മാറ്റുന്നുള്ളൂ. അതെപ്പോഴും ശ്രദ്ധിച്ച് കട്ടിങ് ചെയ്യുക. ഇനി നമുക്ക് മുകളിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്ത് ആ ഒരു മാർക്കിൽ നിന്ന് നമ്മൾ ഇതുപോലെ കണ്ടോ നമ്മുടെ ഫ്രണ്ട് കൈക്കുഴിയിൽ നിന്ന് ഒരു പീസ് കുഴിച്ച് കട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടെ കണ്ടോ ഈ ഒരു ഭാഗത്ത് നമുക്കൊരു 1/2 ഇഞ്ച് പീസ് കട്ട് ചെയ്ത് പോകുന്ന രീതിയിലാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റുന്നത് കണ്ടോ. ഇതുപോലെ മാർക്ക് ചെയ്ത് കണ്ടോ ആ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് ഫ്രണ്ട് കൈക്കുഴിയിൽ നിന്ന് ഇതുപോലൊരു പീസ് കുഴിച്ച് കട്ട് ചെയ്യുന്നു. ഇനി നമുക്ക് മൂന്നാമത്തെ ടെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതായത് നമുക്ക് ഇവിടെയാണ് നമുക്ക് മൂന്നാമത്തെ ടെക്ക് വരുന്നത്. തോൾ വശത്ത് വരുന്ന ടെക്കാണിത്. 3 ടെക്കാണ് ഈ ഒരു ബ്ലൗസിന് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ മൂന്നാമത്തെ ടെക്ക് നമ്മളിവിടെ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്കിവിടെ തോൾ വശം നമുക്കൊന്ന് ചെറിയൊരു കട്ടിങ് കൊടുക്കണം. നമുക്ക് തയ്ക്കുന്ന സമയത്ത് എളുപ്പത്തിൽ ആ ഒരു ടെക്കിൻ്റെ ഭാഗം മനസ്സിലാക്കി എടുക്കാൻ കഴിയും. ഇനി നമുക്കിവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഈ ഒരു ടെക്കുകൾ തമ്മിലുള്ള അകലം നമുക്ക് നോക്കാം. ഇവിടെ വന്നിരിക്കുന്നത് 1/4 ഇഞ്ചാണ്. അതുപോലെ തന്നെ ഈ ഒരു ടെക്കിലേക്കുള്ള അകലവും അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഈ ഒരു ടെക്കിലേക്കുള്ള അകലവും നമുക്ക് വന്നിരിക്കുന്നത് 1/4 ഇഞ്ചാണ് വന്നിരിക്കുന്നത് കണ്ടോ 1/4 ഇഞ്ച്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ മാർക്കിങ്ങും കട്ടിങ്ങും ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് സ്ലീവിൻ്റെ പീസിനെ
നമ്മൾ ഇതുപോലെ പകുതിയായി മടക്കി വെച്ചതാണ്. അതിനെ വീണ്ടും നമുക്ക് ആവശ്യമുള്ള വീതിയിലേക്ക് ഇതുപോലെ മടക്കിയെടുക്കുക. നമുക്ക് അല്പം വീതി കൂടുതലുള്ള ലൈനിങ് പീസാണിത്, അതുകൊണ്ടാണ് ഇതുപോലെ കിട്ടുന്നത്. ഇനി നമുക്കിവിടെ നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള വീതിയിൽ നമ്മളിത് മടക്കിയെടുത്തതിന് ശേഷം നമുക്കിവിടെ ഒരു ലൈൻ കൊടുക്കാം. അതിനുശേഷം നമ്മുടെ കൈയുടെ ലെങ്ത് എത്രയാണോ അതിൻ്റെ കൂടെ അരയിഞ്ച് കൂട്ടി മാർക്ക് ചെയ്യുക. നമ്മളിവിടെ 10 ഇഞ്ചാണ് ലെങ്ത് വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ അരയിഞ്ച് കൂട്ടി 10.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഈ ഒരു അരയിഞ്ച് സ്ലീവ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള തയ്യൽ തുമ്പിന് വേണ്ടിയാണ്. അതിനുശേഷം നമ്മൾ വീണ്ടും ഒരു അരയിഞ്ച് കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അതായത് നമുക്ക് ലൈനിങ് പീസും ബ്ലൗസ് പീസും കൂട്ടി തയ്ക്കാനുള്ള സ്ലീവിൻ്റെ ബോട്ടം ഭാഗം നമുക്ക് തയ്ക്കാനുള്ള തയ്യൽ തുമ്പാണത്. ഇനി നമുക്ക് കൈയുടെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു 3.5 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു 3.5 ഇഞ്ച് നമുക്ക് കിട്ടുന്നത് ചെസ്റ്റ് അളവിൻ്റെ 10ൽ ഒരു ഭാഗമാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 34.5 ഇഞ്ചാണ് വന്നത് ചെസ്റ്റ് അളവ്. അതിലൊരു 10ൽ ഒരു ഭാഗം നമ്മളിവിടെ 3.5 ഇഞ്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇവിടെ കൈവശത്ത് തോൾ വശത്ത് വരുന്ന ലൂസ് നമ്മൾ കൊടുക്കുന്നത് 7.5 ഒരു പോയിന്റുമാണ് കൊടുക്കുന്നത്. അത് നമുക്ക് ആം ഹോൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണിച്ചു വന്നിരുന്നു. 7.5 ഒരു പോയിന്റും നമുക്ക് റൗണ്ട് അളവായിട്ട് കിട്ടിയത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ചെസ്റ്റ് അളവ്, ബോഡിയിൽ നിന്നുള്ള ചെസ്റ്റ് അളവ് എത്രയാണോ അതിൻ്റെ 4ൽ ഒരു ഭാഗത്ത് നിന്ന് 1 ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തത്. 1.25 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ കൊടുക്കുന്ന അളവ് നമുക്ക് 11.5 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ നേർപകുതി മാർക്ക് ചെയ്യുക. 5.25 പ്ലസ് 1.25 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് ഇവിടെ ഇതുപോലെ ഉള്ളിലേക്ക് ചെറിയൊരു ഷേപ്പ് കൊടുത്തുകൊണ്ട് ഇതുപോലെ വരക്കും. ഇനി നമുക്ക് ഇവിടെ നിന്ന് കണ്ടോ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു ആം ഹോളിൻ്റെ ഭാഗം നമ്മളൊന്ന് കറക്റ്റ് നമ്മുടെ ആ ഒരു അളവൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അതായത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ 4ൽ ഒരു ഭാഗത്ത് നിന്ന് 1 ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മുടെ ആം ഹോളിൻ്റെ അളവ് നമ്മളിവിടെ കൊടുത്തത്. അപ്പോൾ നമ്മളിവിടെ കൊടുത്ത അളവും ഈ ഒരു ആം ഹോളിൻ്റെ അളവ് നമ്മൾ കറക്റ്റ് 7.5 ഒരു പോയിന്റുമാണ്. അപ്പോൾ അത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കറക്റ്റ് ആകുമോ എന്ന്. നമ്മളിവിടെ ഷോൾഡറിൻ്റെ ഭാഗത്ത് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിടുന്നു. ഇത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ മാർക്കിംഗ് ആണ്. ഇനി നമ്മളിവിടെ ഈ ഒരു 1/2 ഇഞ്ച് ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ് ഇതുപോലെ മുകളിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു സ്ലീവിൻ്റെ മാർക്കിൽ കൂടി ആം ഹോളിന് ഇതുപോലെ പിടിച്ചാൽ നമുക്കിവിടെ കണ്ടോ നമുക്ക് തോൾ വശത്ത് കണ്ടോ കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു മാർക്കിനനുസരിച്ച് കിട്ടുന്നത് കണ്ടോ ഇതുപോലെ കിട്ടണം. അപ്പം നമ്മളിവിടെ ആം ഹോളിൻ്റെ സ്ലീവിൻ്റെ ഭാഗവും നമ്മളിവിടെ ആം ഹോളൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിവിടെ സ്ലീവ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു. അതുപോലെ തന്നെ ഇവിടെയും കണ്ടോ ഈ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കും. ഇനി നമുക്ക് സ്ലീവിൻ്റെ ഇവിടെയൊക്കെ നമുക്കൊന്ന് മാർക്കിംഗ് ചെയ്ത് കൊടുക്കണം. ഇവിടെയും അതുപോലെ തന്നെ ഇവിടെ സെൻറ്റർ ഭാഗത്ത് നമ്മളൊരു മാർക്കിംഗ് ചെയ്ത് കൊടുത്ത് സ്ലീവിനെ നമ്മൾ ഇതുപോലെ ഒന്ന് നിവർത്തി വെക്കുക. അതിനുശേഷം ഇവിടെ നിന്ന് ഒരു 1.25 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ നിന്നും 1.25 ഇഞ്ച് തോൾ വശത്തുള്ള ആ ഒരു മാർക്കിൽ നിന്നും 1.25 ഇഞ്ച്. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇതുപോലെ മാർക്ക് ചെയ്ത് ഫ്രണ്ട് കൈക്കുഴിയിൽ നിന്ന് നമ്മളൊരു പീസ് ഈ ഒരു മാർക്ക് വരെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റേണ്ടതുണ്ട്. ഫ്രണ്ട് കൈക്കുഴി നമ്മൾ ഇതുപോലെ കുഴിച്ച് കട്ട് ചെയ്യുക. കണ്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു. ഇനി നമ്മുടെ സ്ലീവിനെ നമ്മൾ നേരെ പകുതിയായി ഇതുപോലെ മടക്കി വെച്ച് ബാക്ക് പാർട്ടിൽ നിന്ന് നമ്മൾ കൈയുടെ ഷേപ്പ് കിട്ടുവാൻ വേണ്ടി മാത്രം ചെറിയൊരു പീസ് നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു. അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കണക്ക് അനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിക്ക് അനുസരിച്ച് ബ്ലൗസ് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക്